നമ്മൾ ജസ്റ്റ് എനിക്ക് ഒരു കയ്യിൽ ഞാൻ ഉണ്ണീനെ എടുത്തിട്ടുണ്ട്, ഒരു കയ്യിൽ ഫോണാണ്. ഞാൻ എങ്ങനെ ചെറിയ ആദ്യം തന്നെ പേരെന്താണ്? ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഡെയിലി നമ്മൾ എണ്ണ തേച്ച് കുളിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. എപ്പോഴെങ്കിലും ആഴ്ചയിൽ 1-2 വട്ടം മാത്രമേ ഞാൻ ഓയിൽ യൂസ് ചെയ്യാറുള്ളൂ. നോർമൽ എണ്ണയും കാര്യങ്ങളൊക്കെ തേക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരാളോട് അടിച്ചു വരിക്കൊണ്ടിരിക്കുക. എനിക്കിപ്പോൾ രണ്ടും നോക്കണം, അവളെ അടക്കം നോക്കണം, വീഡിയോ അടക്കം ചെയ്യണം. സമയം ഏകദേശം 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ സംഭവങ്ങളും കിട്ടുമോയെന്നറിയില്ല. കുറേ കാട്ടിലും മറ്റിലൊക്കെ പോകണമെന്ന് എനിക്ക് വിചാരിക്കണം. അപ്പോൾ സംഭവങ്ങളൊക്കെ കിട്ടുമോ നോക്കട്ടെ. ഇല്ലെന്ന് വെച്ചാൽ കാലത്ത് രാവിലെ എണീച്ചിട്ട് ഞാൻ പോയിട്ട് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിന് നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. എന്താ ആര്യവേപ്പ്, അലോവേര, അതുപോലെ നെല്ലിക്ക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ഇടുന്നുള്ളൂ. ആദ്യം തന്നെ കഞ്ഞുണ്ണി ഒലിക്കാൻ പോവാം. അലോവേര ദേ ഇവിടെ ഉണ്ട്, അപ്പോൾ അത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ കഞ്ഞുണ്ണിയും ചെമ്പരത്തിയൊക്കെ നമുക്ക് നോക്കാം. എന്തിനാ അവിടെ പോകുന്നത്? എന്തിനാ? ഇതിൽ നമ്മൾ കഞ്ഞുണ്ണി കണ്ടുപിടിക്കണം. പക്ഷെ എൻ്റെ അറിവിൽ അയ്യോ ഇതിൽ വെള്ള പൂ ഉണ്ടാവുമല്ലോ. തിരിച്ചു പറയുന്നില്ല ഈശ്വരാ. ഇതേ കുഞ്ഞാട് നിന്നോ. ഇതാണ് സംഭവം, ഇതാണ് നമ്മുടെ ഐറ്റം. നമുക്കിത് പറിക്കാം. അങ്ങനെ നമ്മുടെ കയ്യൂന്നി ഇലയിൽ കഞ്ഞുണ്ണി വലിക്കാൻ വേണ്ടി ചേച്ചി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഒരാൾ അവിടെ പുറത്തിറങ്ങാനുള്ള തത്രപ്പാടിലാണ്. അവനവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും നമ്മളിത് കഞ്ഞുണ്ണി വലിച്ച് സെറ്റാക്കിയിട്ടുണ്ട്, മേടിച്ചിട്ടോ. അപ്പോൾ നമുക്ക് മൈലാൻ ചേച്ചി കൊണ്ടു തരുന്നുണ്ട്. ഇടുവോ ഇതെങ്ങനെ പിടിക്കും? നീ എങ്ങനെ ഇത് പിടിക്കും? ഉണ്ണി ഇത് പിടിച്ചു. ഇത് തന്നെയല്ലേ ചേച്ചി? അപ്പോൾ നമ്മളിതിൽ ഉലുവ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കച്ചാർവാഴയിൽ ജസ്റ്റ് ആ പൾപ്പിൽ മാത്രം നമ്മൾ ഉലുവ ഒരു ദിവസം ഇട്ട് വയ്ക്കുക. അതിനുശേഷം ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞങ്ങൾ കുറച്ച് പോയി ചെമ്പരത്തിയും തുളസിയൊക്കെ എവിടെയെങ്കിലും കിട്ടുമോ നോക്കട്ടെ ഗൈസ്. ഞങ്ങളപ്പോൾ നടക്കുന്നുണ്ട്. ഇതായി ഇവിടെ കുറച്ച് വേപ്പിൻ്റെ ഇലയുണ്ട്. വേപ്പില കാണുന്നുണ്ട്. ഇതിലൊക്കെ വരുന്ന വഴിക്ക് നമുക്കിതും വലിക്കണം. പിന്നെ അതേ കുറച്ച് തുളസിയും കൂടെ ആവശ്യമാണ്. ഞാനപ്പോൾ ഇത് നല്ല ചെടിയാണ്. ഇതാണ് എക്സാക്റ്റ് കഞ്ഞുണ്ണി. നമ്മൾ ഇത്ര നേരം വലിച്ചുകൊണ്ടിരുന്ന സംഭവം ഇവിടെ അത്യാവശ്യം കുറേ ഉണ്ട്. പക്ഷെ നമ്മൾ ഓൾറെഡി വലിച്ചതുകൊണ്ട് ഇത് വലിക്കുന്നില്ല. ഇത് അത്യാവശ്യം തുളസി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി വേണ്ടത് ചെമ്പരത്തിൻ്റെ ഇല കൂടെയാണ്. അപ്പോൾ ഇത് ആൻറ്റി കുറച്ച് വലിച്ചു തന്നിട്ടുണ്ട്. ഇതിൽ ആക്ച്വലി ഒരു കട്ടിയായിട്ടൊരു ചെണ്ടുമല്ലില്ല, ചെമ്പരത്തിയാണ് വരിക. നല്ല കൊണ്ടായിട്ടുള്ള ചെണ്ടുമല്ലിയാണ്. ചെമ്പരത്തിയാണ് ഇതിൽ വരിക. പൂവില്ല. പൂവിൻ്റെ പകരം നമുക്ക് വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. പൂ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അങ്ങനെ, ഇല്ലെന്ന് വെച്ചാൽ നമുക്ക് അത് സ്കിപ്പ് ചെയ്യാം. എനിക്കിത് വലിച്ചു തരുമോ? മതിയാ? മതി. അങ്ങനെ നമ്മൾ തുളസി വലിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ചെമ്പരത്തിൻ്റെ ഇലയും, പിന്നെ നമുക്ക് വേണ്ടതാണ് കൊയ്യാക്കേൻ്റെ ഇല. ജസ്റ്റ് അധികം പച്ചയാവാത്ത ചെറിയൊരു ഇളം പച്ചയായിട്ടുള്ള 2-3 ഇലകളാണ് നമുക്ക് വേണ്ടത്. ഞങ്ങളിപ്പോൾ സാഹസിക യാത്രയ്ക്ക് പോവാണ് ഗൈസ്. എവിടേക്കാണെന്ന് അറിയോ? നമ്മൾ ചെമ്പരത്തി. എടാ എനിക്ക് സ്ഥലം അറിയില്ല. അല്ല എവിടെ ഉള്ളതെന്നറിയില്ല. നല്ല റെഡ് കളർ ചെമ്പരത്തിയാണ് നമുക്ക് ആവശ്യം. പക്ഷെ അത് അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇത് ഈ ഒരു കളർ ഓറഞ്ച് ഷെയ്ഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് വലിക്കാം. നമുക്ക് നാളെ ആകുമ്പോഴേക്കും കറക്റ്റായിട്ട് വീട്ടിന് സെറ്റാവും. പിന്നെ അതേ കുറച്ച് വേപ്പിലയും കൂടെ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ പറിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ അവസാനം രാത്രി ആയിട്ടുണ്ട്. രാത്രിയുള്ള സമയം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസ് നമ്മൾ പോയി പറിച്ചിട്ടുണ്ട്. തുളസി, അതുപോലെ ചെമ്പരത്തിൻ്റെ പൂ ആക്ച്വലി റെഡ് കളറാണ് വേണ്ടത്. പക്ഷേ ഇതൊരു ഓറഞ്ച് കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതേ ആര്യവേപ്പ്, അതുപോലെ ചെമ്പരത്തിൻ്റെ ഇല, മൈലാഞ്ചി, കഞ്ഞുണ്ണി, അങ്ങനെ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറ്റാർവാഴ കൂടെ ഒന്ന് പറിച്ച് സെറ്റാക്കണം. അത്യാവശ്യം നല്ല ഇരുട്ടായിട്ടുണ്ട്. രാത്രി പോയിട്ട് ഓരോ ചെടികളുടെ അടുത്ത് പോകുന്നത് അത്ര സേഫ് അല്ല. കറ്റാർവാഴ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമുക്ക് രാവിലെ കാലത്ത് പോയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ തെച്ചിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ കുറച്ച് ഐറ്റംസ് കൂടെ നമുക്ക് വേണം. അത് നമുക്ക് രാവിലെ ചെയ്യാം. രാവിലെ പോയിട്ട് എടുത്ത് സെറ്റാക്കാം. ഇനിയിപ്പോൾ രാത്രിയായിട്ട് അവിടെ ഇവിടെ പോയിട്ട് ഇനി പാമ്പ് കടിച്ചാൽ ഇനി വേറെ എവിടേക്കും കൊണ്ടുവരും. അപ്പോൾ അതിനേക്കാളും ബെറ്റർ നമുക്ക് രാവിലെ പോയി ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഉലുവയിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് അലോവേര നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്നിട്ട ശേഷം ഒരു ഓവർനൈറ്റ് വയ്ക്കുക. അപ്പോൾ അത് അത്യാവശ്യം കുതിർന്ന് കിട്ടും. പിന്നെ അരയ്ക്കാൻ എളുപ്പമായിട്ടുണ്ടാകും. അപ്പോൾ അതും കൂടെ ഒന്ന് സെറ്റാക്കി വയ്ക്കുക. അപ്പോൾ സമയം കുറച്ചധികം ലേറ്റായി. 11:30 കഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് കുറച്ച് ഇനി വേണ്ടത് തെച്ചി, അതുപോലെ ഇനി ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇപ്പം ചീത്ത പറയും. തെച്ചി, അതുപോലെ പനിക്കൂർക്ക,
നെല്ലിക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണം. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് പോയിട്ട് ഒന്ന് കളക്ട് ചെയ്ത് വന്ന ശേഷം ഒന്ന് ഫ്രഷായിട്ട് നമുക്ക് ഉണ്ടാക്കാം. പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ, ഒരു തെച്ച് പോലും ഇല്ല ഗൈസ്. ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് പനിക്കൂറൊക്കെ എടുത്തിട്ട് പോവാം. ചാരിവേപ്പും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ചെടുത്തിട്ട് പോവാം. നമുക്ക് കുറച്ച് നോർമൽ വേപ്പിൽ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതും കൂടെ കുറച്ചെടുത്തിട്ട് പോവാം. ഈശ്വര, ശരിക്കും പാമ്പാണെന്ന് വിചാരിച്ചത്, പാമ്പല്ല. പിന്നെ ഞാൻ വേഗം പോയി കുളിച്ച് റെഡി ആയിട്ടുണ്ട്. നമ്മളൊന്ന് അമ്പലം വരെ പോകണം. തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ അമ്പലം, വീശുലത്ത് ഭഗവതി ക്ഷേത്രം. അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിൽ പോയി അവിടെ കർക്കിടക കഞ്ഞി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കഞ്ഞിയും കാര്യങ്ങളൊക്കെ കഴിച്ചു. നമുക്ക് ഓരോന്നിൻ്റെ യൂസസ് നോക്കാം. അപ്പോൾ ആദ്യം ചെമ്പരത്തിൻ്റെ ഇലയാണ്. ഇത് നമുക്ക് നന്നായിട്ട് ഹെയർ ഫോൾ കുറയ്ക്കാനും അതുപോലെ നമുക്ക് ഹെയർ മാസ്ക് ആയിട്ടും എണ്ണ കാച്ചിട്ടൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ നല്ല ബെനിഫിഷ്യൽ ആയിട്ടൊരു ഐറ്റമാണ് നമ്മുടെ കൊയ്യാക്കേൻ്റെ ഇല. അത് വന്നിട്ട് നമ്മുടെ അൾട്രാവയലറ്റ് റേസിനൊക്കെ നമ്മുടെ മുടീനൊക്കെ നല്ല രീതിക്ക് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ ചെമ്പരത്തിൻ്റെ പൂവും അതുപോലെ തന്നെ നമുക്ക് പാക്കായിട്ടോ എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് നല്ല മുടീനെ സ്മൂത്താക്കും. അതുപോലെ ആര്യവേപ്പ് സ്കാൽപ്പിനെയും റൂട്ടിനെയൊക്കെ നല്ല സ്ട്രോങ് ആക്കും. പിന്നെ മൈലാഞ്ചി നമ്മുടെ നരയ്ക്കുന്ന മുടിയൊക്കെ ഏകദേശം കറക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വൈറ്റമിൻ ഇ ഉള്ളതുകൊണ്ട് മുടി നല്ല രീതിക്ക് സോഫ്റ്റ് ആവും. പിന്നെ വന്നിട്ട് കറിവേപ്പില, അതും മുടി വളരാൻ നല്ല രീതിക്ക് യൂസ്ഫുള്ളാണ്. പിന്നെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കയ്യോന്നി. അത് വെച്ചിട്ട് നമ്മുടെ സ്പ്ലിറ്റ് എൻഡ്സ് അതുപോലെ ഡാൻഡ്രഫൊക്കെ നല്ല രീതിക്ക് കുറയ്ക്കും. അതുപോലെ നരമുടി എല്ലാം ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഐറ്റമാണിത്. നമ്മുടെ ഇൻഡിഗോ ഡൈസിലൊക്കെ അവർ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണിത്. നല്ല രീതിക്ക് മുടി ബ്ലാക്ക് ആവാൻ ഹെൽപ്പ് ചെയ്യും. കറിവേപ്പില നമ്മൾ കഴിക്കുന്നതും എന്തുകൊണ്ട് നല്ലതാണ്. പിന്നെ അലോവേരയും ഉലുവ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഡാൻഡ്രഫൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. പിന്നെ അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ നെല്ലിക്ക. ഇത് നല്ല രീതിക്ക് ചതച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. ഇത് നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാൻ യൂസ് ആവും. അതുപോലെ തന്നെ നമ്മുടെ ഡാൻഡ്രഫ് കുറയ്ക്കാനും ഹെയർ ഗ്രോത്തിനും എല്ലാത്തിനും നല്ലൊരു ബെനിഫിഷ്യലാണ്. എല്ലാം കൂടെ ഇട്ട് അരയ്ക്കുന്നില്ല, ഓരോന്നോരോന്നായിട്ടാണ് അരയ്ക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എണ്ണയിലിട്ട് കാച്ചാനാണ് പോകുന്നത്. അപ്പോൾ എല്ലാം കൂടെ അരച്ച് വെച്ച ശേഷം നമുക്ക് കാണാം. നമ്മൾ കഞ്ഞുണ്ണി അരച്ചിട്ടുണ്ട്. നല്ല ഡാർക്ക് കളറ്, നല്ലൊരു ഭംഗിയുള്ളൊരു കളറായിരുന്നു ഉണ്ടായിരുന്നത്. കയ്യോന്നി അല്ലെങ്കിൽ കഞ്ഞുണ്ണി എന്നൊക്കെ പറയും. ഒരു ഓറഞ്ച് പോലത്തെ ഒരു പൂവായിരുന്നു. അപ്പോൾ എനിക്കൊരു റെഡും കൂടെ കിട്ടിയപ്പോൾ രണ്ടും കൂടെ ഇട്ട് അരച്ച സമയത്തായിരുന്നു ഇങ്ങനത്തെ ഒരു കളർ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളധികം വെള്ളം ചേർക്കാതെയാണ് ഇത്രയും ഐറ്റംസ് എല്ലാം അരച്ചത്. ഇനിയിപ്പോൾ ഉള്ളിയും കൂടെ ചതയ്ക്കാനുണ്ട്. നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമ്മളൊരു ഉരുളിയിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. എനിക്കത് കാണുമ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. മൊത്തത്തിലൊരു സാമ്പാർ, അവിയൽ, എന്തൊക്കെയൊക്കെ ഒരു പരിവം മണമൊക്കെ ഉണ്ടായിരുന്നു. സാമ്പാറിൻ്റെ ഒക്കെ ഒരു മണമായിരുന്നു വരുന്നുണ്ടായിരുന്നത്. പിന്നെ ഇത് നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ 1 ലിറ്റർ എണ്ണയാണ് ഞാൻ യൂസ് ചെയ്തത്, നമ്മുടെ നാടൻ വെളിച്ചെണ്ണ. നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ അടുപ്പിലാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്, പക്ഷേ ഒടുക്കത്തെ മഴ ആയതുകൊണ്ട് ചെറുതായിട്ട് പണി പാളി. അങ്ങനെ അമ്മ എന്നോട് പറഞ്ഞു ഗ്യാസ് കയറ്റി വെക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ നേരെ ഗ്യാസിലോട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ സംഭവം നല്ല രീതിക്ക് അങ്ങോട്ട് തിളയ്ക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നല്ല രീതിക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേ കുറച്ച് പൊടിക്കൈകൾ ഇടുന്നുണ്ട്, ഇതെന്താണെന്ന് ഞാൻ പറയാം. പിന്നെ അതിനുശേഷം നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. നല്ല രീതിക്ക് അങ്ങോട്ട് മുരിഞ്ഞ് വരേണ്ട കാര്യമില്ല, കാരണം ഓരോ ഏജുകാർക്കും ഓരോരോ പാകമുണ്ട് അതിൻ്റെ. കുറച്ചുകൂടി ഏജ്ഡായ ആൾക്കാർക്കാണ് മണൽത്തരീൻ്റെ പരുവത്തിലാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പ്രായക്കാർക്കും കുഞ്ഞു പിള്ളേർക്കും എല്ലാം ഏകദേശം അതൊന്ന് ഉരുണ്ട് വരുന്ന, കയ്യിൽ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നൊരു പാകമാകുമ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് ഓഫ് ചെയ്തെടുക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ എണ്ണയൊക്കെ കാച്ചി കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടാറിയ ശേഷം നമുക്ക് ജസ്റ്റ് ഒരു വൈറ്റ് ക്ലോത്ത് വെച്ചിട്ട് ഇത് മൊത്തം അതിലേക്ക് ഒഴിച്ച് ഫുൾ അരിച്ച് ഫിൽറ്റർ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു ബോട്ടിലേക്ക് ആക്കി വയ്ക്കണം. ആക്കി വെച്ച ശേഷം പിന്നെ ആഴ്ചയിൽ 1, 2, 3 വട്ടം നമ്മൾ യൂസ് ചെയ്യാം. ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ താരനും മുടി കൊഴിച്ചിലൊക്കെ ഏകദേശം കുറഞ്ഞെന്നാണ് എൻ്റെ ഒരു വിശ്വാസവും എൻ്റെ അനുഭവവും. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ചൂടാറിക്കഴിഞ്ഞ് അരച്ച ശേഷം നമുക്ക് കാണാം. അപ്പോൾ എണ്ണ ഫിൽറ്റർ ചെയ്യാൻ കുറച്ച് ടൈമായി, കാരണം വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് ഒന്ന് ഫിൽറ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നേരെ നമ്മൾ ബോട്ടിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതൊരു പ്രത്യേക മണമായിരുന്നു, കാരണം ഉലുവേൻ്റെയും മൈലാഞ്ചിൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബാക്കി വരുന്നതും കൂടെ ഒന്നും കൂടെ ഫിൽറ്റർ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ അരിപ്പ വെച്ചിട്ടാണ് എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.